ആരാണോ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ഹിഫ്ളാക്കിയത്, ഉസിമ മിനദ് ദജ്ജാൽ, ദജ്ജാലിൽ നിന്നവൻ മഅസൂമായിരിക്കും. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നവൻ സുരക്ഷിതനായിരിക്കും. നമ്മുടെ ദീനിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും വലുതാണ് മസീഹു ദജ്ജാലിന്റെ ഫിത്ന. نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. അള്ളാഹുവിന്റെ കിതാബിൽ വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഖുർആനിലെ 18ാമത്തെ സൂറത്ത് സൂറത്തുൽ കഹ്ഫ്. ഈ സൂറത്ത് ഇന്ന് നമ്മൾ അതിന്റെ തഫ്സീർ ചുരുങ്ങിയ നിലക്ക് തുടങ്ങുകയാണ്. ഈ റമദാനിൽ ഇത് പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ റിവായത്ത് ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെയാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറഅ റജുലുൻ അൽ കഹ്ഫ വഫി ദാരി ദാബത്തുൻ. ഒരിക്കൽ ഒരാൾ, ഒരു സഹാബി തന്റെ വീട്ടിൽ സൂറത്തുൽ കഹ്ഫ് ഓതുകയുണ്ടായി. ഈ സഹാബി ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കെ ഫജഅലത് തൻഫിർ ഔ തൻഖിസ്, ആ വീട്ടിലുണ്ടായിരുന്ന ഒരു മൃഗം കുതിര, അത് ചാടാൻ തുടങ്ങി. ഫനവറ ഫഇദാ ദുബാബത്തുൻ ഔ സഹാബത്തുൻ ഖദ് ഗശിയതുഹു. അദ്ദേഹം മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മേഘം പോലെ ഒന്ന് മുകളിൽ കാണുകയാണ്. അതുകൊണ്ടാണ് ഈ ജന്തു ഇങ്ങനെ ചാടുന്നത്. അങ്ങനെ ഫദക്കറ ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ദേഹം പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് പറഞ്ഞു കൊടുത്തു. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഅ ഫുലാൻ ഫഇന്നഹ السكينة تنزل عند القرآن أو تنزلت للقرآن. താങ്കൾ ആ സമയത്ത് ഓത്ത് തുടരണമായിരുന്നു. അത് ഖുർആനിന്റെ കൂടെ അവതരിച്ച അള്ളാഹു ഇറക്കിയ സക്കീനത്താണ്. ഇത് സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ ആണിത് സംഭവിച്ചത് എന്നാണ്. വേറെയും സഹാബത്തിന് റളിയല്ലാഹു അൻഹും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മലായിക അത് അവർക്ക് നേരെ മുകളിൽ വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ പകൽ വരെ ഓതുകയായിരുന്നെങ്കിൽ ജനങ്ങളെല്ലാവരും മലക്കുകൾ അവരുടെ കണ്ണുകൊണ്ട് കണ്ടേനെ. അതുപോലുള്ള സംഭവങ്ങളിൽ ഒന്നാണിത്. ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ്. മക്കിയത്തായ സൂറത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മക്കിയ എന്ന് പറയുക. ഹിജ്റക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടത് മദനിയ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി ഫത്ഹിനു വേണ്ടി മക്കയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വിജയിപ്പിച്ചു കൊടുത്ത ഫത്ഹു മക്ക അതിനു വേണ്ടി വന്നിട്ടുണ്ട്, ഹജ്ജിന് വേണ്ടി വന്നിട്ടുണ്ട്, ഉംറക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് മക്കയിലായിരിക്കെ ഇറങ്ങിയാലും ആ സൂറത്ത് മദനിയാണ്, മക്കിയത്തല്ല. ഹിജ്റക്ക് ശേഷം ഉള്ള എല്ലാ സൂറത്തുകളും മദനിയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹിജ്റ അത് കഴിഞ്ഞ് പിന്നീട് താമസിച്ചത് മദീനയിലാണ്. പിന്നീട് മക്ക ഇസ്ലാമിന്റെ നാടായിട്ടും മക്കയിലേക്ക് തിരിച്ചു വന്നില്ല. എന്താണ് കാരണം? ഹിജ്റ അതിന്റെ പ്രത്യേകതയാണ്. അത് പോയാൽ പിന്നെ ആ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. കാരണം അത് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചതാണ്. അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചത് തിരിച്ചെടുക്കരുത് എന്നാണ്. അതുകൊണ്ടാണ് സദഖ, ഒരാൾ സദഖ കൊടുത്തു അത് തിരിച്ചു വാങ്ങാൻ പാടില്ല. എത്രത്തോളം താൻ സദഖ കൊടുത്തത് അതേ വസ്തു അങ്ങാടിയിൽ വിൽക്കുന്നത് കണ്ടാൽ അത് പൈസ കൊടുത്ത് വാങ്ങാൻ കൂടി പാടില്ല എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കുതിരയെ ഒരാൾക്ക് ദാനം കൊടുത്തു. പിന്നീട് ഇദ്ദേഹം അതേ കുതിരയെ ചന്തയിൽ വെച്ച് വിൽക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ചോദിച്ചു, ഞാനത് വാങ്ങട്ടെ?
റസൂൽ പറഞ്ഞത് വാങ്ങരുത്. 1 ദിർഹമിന് ആണ് നിനക്ക് തന്നാൽ പോലും നീ വാങ്ങരുത്. കാരണം സദഖയിലേക്ക് തിരിച്ചു പോകുന്നവൻ കൽകൽബി യർജിഉ ഇലാ ഖൈഇഹി, താൻ ഛർദിച്ചതിലേക്ക് തിരിച്ചു പോകുന്ന, അത് വീണ്ടും തിന്നുന്ന നായയെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ മക്കിയത്താണ് ഈ സൂറത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, മൻ ഹഫിള 10 ആയാതിൻ മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫി ഉസിമ മിന ദജ്ജാൽ. ആരാണോ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ഹിഫ്ളാക്കിയത്, ഉസിമ മിന ദജ്ജാൽ, ദജ്ജാലിൽ നിന്നവൻ മഅസൂമായിരിക്കും, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നവൻ സുരക്ഷിതനായിരിക്കും. നമ്മുടെ ദീനിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും വലുതാണ് മസീഹു ദജ്ജാലിന്റെ ഫിത്ന. കാരണം അവൻ പല അത്ഭുതങ്ങളും കാണിക്കും. അള്ളാഹു അവനിലൂടെ പല അത്ഭുതങ്ങളും പ്രകടമാക്കും. അവനെ അനുസരിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്നവർക്ക് മഴയും അതുപോലെ കൃഷിയുമെല്ലാം നന്നായി ഉണ്ടാവും. അവരുടെ കാലുകളുടെ അകിടുകളിൽ പാലുണ്ടാവും. എന്നാൽ അവനനുസരിക്കാത്തവർക്ക് ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ അത്ഭുതങ്ങൾ ഒന്നും ഒരിക്കലും ഹക്കിന്റെ മാനദണ്ഡങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ മസീഹു ദജ്ജാൽ ഹക്കിന്റെ ആളാണെന്ന് പറയേണ്ടത്. മറിച്ച് അത്ഭുതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന് ഇറക്കിയേക്കും. എത്രയോ മുസ്ലിം ഉമ്മത്തിൽ എത്രയോ ആളുകൾ ഇങ്ങനെയുള്ള മസീഹു ദജ്ജാലിന് മുമ്പേ ഉള്ള വേറെ ചില ദജ്ജാലുകളുണ്ട്. അവരുടെ പിന്നാലെ പോകാനുള്ള പല കാരണങ്ങൾ ഇതാണ്. എവിടെ പോയിട്ട് രോഗം ശിഫയായിട്ടില്ല, അയാൾ ഊതി തന്ന വെള്ളം കുടിച്ചപ്പോഴാണ് ശിഫയായത്, അയാൾ കിട്ടിയ ചരട് അതുകൊണ്ടാണ് ശിഫയായത് എന്നിങ്ങനെയാണ് ആളുകൾ പറയുന്നത്. മസീഹു ദജ്ജാൽ മരിച്ചുപോയ ഉപ്പാനെ ഉമ്മാനെയും ജീവിപ്പിച്ചു കൊണ്ടുവരും. ഒരാളോട് ചോദിക്കും, നിന്റെ ഉപ്പാനെ ഉമ്മാനെ ഞാൻ ജീവിപ്പിച്ചു കൊണ്ടുവന്നാൽ നീ ഞാൻ റബ്ബാണെന്ന് വിശ്വസിക്കുമോ? അപ്പോൾ അത് അയാളുടെ മരിച്ചുപോയ ഉപ്പയും ഉമ്മയും വരുന്നു. എന്നിട്ട് പറയുന്നു, മോനെ ഇത് നിന്റെ റബ്ബാണെന്ന് വിശ്വസിച്ചോളൂ. ഇതിന് വലിയ ഫിത്ന എന്താണുള്ളത്? യഥാർത്ഥത്തിൽ അത് ഉപ്പയും ഉമ്മയല്ല, മരിച്ചുപോയവർ തിരിച്ചു വരികയില്ല ഈ ലോകത്ത്. മറിച്ച് 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ശൈത്താന്മാർ ഇവന്റെ മരിച്ചുപോയ ഉപ്പാന്റെ ഉമ്മാന്റെ രൂപത്തിൽ വന്ന് ഇവനോട് സംസാരിക്കുന്നതാണത്. കാരണം ശൈത്താനെ നമ്മൾ കുഫറിലെത്തണം, ശിർക്കിലെത്തണം, അതിനുവേണ്ടി എന്തും അവൻ ചെയ്യും. ആ മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഈ സൂറത്തിലെ 10 ആയത്തുകൾ പഠിച്ചാൽ, ഹിഫ്ളാക്കിയാൽ അല്ലാഹു ഇസ്മത്ത് നൽകുമെന്നാണ്. ചില റിവായത്തുകളിൽ ഈ സൂറത്തിന്റെ ആദ്യത്തെ 10 ആയത്തുകളെന്ന്, ചില റിവായത്തുകളിൽ അവസാനത്തെ 10 ആയത്തുകളെന്ന്, രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ അദാഅ ലഹു മിനൻ നൂരി മാ ബൈനഹു വ ബൈനൽ ജുമുഅതൈൻ. ആരാണോ വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ സൂറത്തുൽ കഹ്ഫ് ഓതിയത്, അവനും 2 ജുമുഅകൾക്കുമിടയിൽ അള്ളാഹു നൂറ് നൽകുന്നതാണ്, അവന് പ്രകാശം നൽകുന്നതാണ്. അതുപോലെ അബൂ സഈദ് റളിയല്ലാഹു അൻഹു തന്നെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി കമാ നസലത്, എങ്ങനെയാണോ ഇറങ്ങിയത് അള്ളാഹു ഇറക്കിയത് അതുപോലെ ആരാണോ സൂറത്തുൽ കഹ്ഫ് ഓതിയത്, കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അത് അവനൊരു നൂറാക്കുന്നതാണ്. ഖിയാമത്ത് നാളിൽ 100 കൊണ്ടാണ് മുഅ്മിനുകൾ സിറാത്ത് എന്ന പാലം മുറിച്ചു കടന്ന് സ്വർഗത്തിലെത്തുന്നത്. മുനാഫിഖുകൾക്ക് അവിടെ വെച്ചാണ് അവരുടെ 100 കെട്ടുപോകും, അവർ താഴേക്ക് നരകത്തിലേക്ക് വീഴും. ആ 100 അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഇറങ്ങിയതുപോലെ ഖിറാഅത്ത് ചെയ്യുന്നവർക്ക് നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ. ആദ്യത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു ഹംദ്. അവൻ പല സൂറത്തുകളിൽ തുടക്കത്തിലും അവസാനത്തിലും അവൻ ഹംദ് പറഞ്ഞത് കാണാം. അവനാണ് ഹംദ്. വലില്ലാഹിൽ ഹംദു അവ്വലൻ വ ആഖിറ. ആദ്യവും അവസാനവുമെല്ലാം അല്ലാഹുവിനാകുന്നു ഹംദ്. അവൻ എല്ലാ ഹംദിനും അർഹതയുള്ളവനാണ്. ഈ സൂറത്തിൽ അല്ലാഹു ഹംദ് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു ഹംദ്. ആരാണ് അവൻ? അല്ലദീ അൻസല അലാ അബ്ദിഹി, ഏതൊരുവനാണോ
തന്റെ അബ്ദിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽ കിതാബ, ഈ കിതാബ് ഖുർആൻ അവതരിപ്പിച്ചത് ആ അല്ലാഹുവിനാകും മുഹമ്മദ്. വലം യജഅൽ ലഹു ഇവജ, എന്നിട്ട് അതിന് അവനാക്കിയിട്ടില്ല ഒരു ഇവജും, ഒരു വളവുമില്ല ഉണ്ടാക്കിയിട്ടില്ല, മറിച്ച് നേരായ ഖയ്യിമായ കിതാബാകുന്നു ഇത്. അല്ലാഹുവിന്റെ ഹംദ് ഇവിടെ എന്തിനാണ്? അല്ലാഹു ഈ കിതാബ് ഖുർആൻ നമുക്ക് തന്നു എന്നത്. ഈ കിതാബ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇരുട്ടുകളിൽ നിന്ന് അവന്റെ നൂറിലേക്ക് വഴി കാണിച്ചു. അതിനാണ് അല്ലാഹുവിന്റെ ഹംദ്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്ത് അവന്റെ ദീൻ ആണ്, അവന്റെ കിതാബാണ്. നാം സന്തോഷിക്കേണ്ട നിഅമത്താണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫറഹു വഖൈറുൻ മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് സന്തോഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കിതാബാണിത്. വലം യജഅൽ ലഹു ഇവജ, അതിന് യാതൊരു ഇവജുമില്ല, ഒരു വളവുമില്ല, ഒരു വഴികേടും ഈ കിതാബിലില്ല. മറിച്ച് ഈ കിതാബ് എന്താണ്? ഖയ്യിമ, നേരായ കിതാബാണ്. ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു, ഈ കിതാബ് ബിശാറത്താണ്, സന്തോഷ വാർത്തയാണ്. അതുപോലെ ലിയുൻദിറ താക്കീദാണ്. ബഅസൻ ശദീദൻ, കടുത്ത ബഅസ്, കടുത്ത ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്നതാണ് ഈ കിതാബ്. മിൻ ലദുൻഹു, ആരിൽ നിന്നുള്ള ശിക്ഷയാണ്? മിൻ ലദുൻഹു, അവനിൽ നിന്ന്. അല്ലാഹുവിന്റെ അദാബ് എന്നാൽ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അവന്റെ അദാബ് പോലെ ഒരു അദാബുമില്ല, അവന്റെ പിടുത്തം പോലെ ഒരു പിടുത്തവുമില്ല. അതിനെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന കിതാബാണിത്. ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ, അതുപോലെ വയുബശ്ശിറൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് ഈ കിതാബ് സന്തോഷ വാർത്ത പറഞ്ഞു തരുന്നു. വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്, അങ്ങനെയുള്ള മുഅ്മിനുകളാണ് അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്, അവർ സാലിഹാത്ത് അമൽ ചെയ്യുന്നവരാണ്, ഈമാനും അമലു സ്സാലിഹാത്തും ഉള്ളവരാണ്. അൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. എന്താണ് ഈ ഖുർആന്റെ സന്തോഷ വാർത്ത? അന്ന ലഹും, ആ മുഅ്മിനുകൾക്കുണ്ട് അജ്റൻ ഹസന, അജ്റൻ ഹസന, നല്ല അജ്ർ, നല്ല പ്രതിഫലം. അത് അൽ ജന്ന, മാകിസീന ഫീഹി, അവരവിടെ താമസിക്കുന്നവരാണ്. മുഅ്മിനുകൾ അവന്റെ അല്ലാഹുവിന്റെ അജ്റിൽ അഥവാ സ്വർഗത്തിൽ താമസിക്കുന്നവരാണ്. അബദൻ, അബദൻ, എല്ലാ കാലത്തും. ഒരാളും അവിടെ വെച്ച് അവിടെ നിന്ന് അവരെ പുറത്താക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ ലാ തബ്ലാ സിയാബുഹും വലാ തഫ്നി ശബാബുഹും, അവരുടെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോവുകയില്ല, അവരുടെ യൗവനം നശിക്കുകയില്ല, മറിച്ച് ഓരോ ദിവസവും കഴിയുന്നതിന് സ്വർഗത്തിലെ സുഖങ്ങൾ അത് കൂടിക്കൊണ്ടിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ അവിടെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അതുപോലെ ഈ കിതാബ് എന്തിനാണ് അള്ളാഹു അവതരിപ്പിച്ചത്? വയുൻദിറ, താക്കീത് നൽകാൻ. അല്ലദീന, ഏതൊരു കൂട്ടനാണോ ഖാലു പറഞ്ഞത് ഇത്തഖദല്ലാഹു വലദ, അള്ളാഹുവിനൊരു വലതുണ്ടെന്ന്, അള്ളാഹുവിനൊരു സന്താനമുണ്ടെന്ന്. ഈ ആയത്തിൽ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞവർ എന്ന് അള്ളാഹു പറഞ്ഞത് നസ്രാനികളെ കുറിച്ചല്ല, മറിച്ച് മുശ്രിക്കുകളെ കുറിച്ചാണ്. അവരത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് മുശ്രിക്കുകളെ കുറിച്ചാണ്, മക്കയിലെ മുശ്രിക്കുകൾ. അവർ പറഞ്ഞു അൽ മലായികത്തു ബനാത്തുല്ലാഹ്, അള്ളാഹുവിന്റെ മക്കളാണ് മലായിക, അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നവർ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അലകുമുദ് ദക്കറു വലഹുൽ ഉൻസ, അലകുമുദ് ദക്കറു വലഹുൽ ഉൻസ, നിങ്ങൾക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമോ? തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ, അത് നീതിയല്ലാത്ത ഒരു ഓഹരി വെപ്പാണല്ലോ. കാരണം അവരുടെ സ്വഭാവം, മുശ്രിക്കുകളുടെ സ്വഭാവം, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ളല്ല വജ്ഹുഹു മുസ്വദ്ദ വഹുവ കളീം, അവർക്ക് പെൺകുട്ടിയെന്ന് കിട്ടിയെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖമാകെ കറുത്തിരുണ്ടു പോകും. يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ساء ما يحكمون. അവരിങ്ങനെ ഒളിച്ചു നിൽക്കും സമൂഹത്തിൽ നിന്ന്. ഇതിന് അപമാനം സഹിച്ച് കുട്ടിയെ വളർത്തണോ അതല്ല മണ്ണിൽ കുഴിച്ചു മൂടണോ എന്ന് പറയും. അവർക്ക് പെൺകുട്ടികൾ ഉണ്ടാകുന്നവർക്ക് ഇഷ്ടമല്ല. എന്നിട്ട് അള്ളാഹുവിന് അവർ പെൺകുട്ടികളുണ്ടെന്ന് പറയുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞു മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം, മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഇൽമുമില്ല. മാലഹും ബിഹി മിൻ ഇൽമിൻ, ഒരു ഇൽമോടെ, ഒരു മുസ്തനദോടെ, ഇത് പറയാൻ വല്ല രേഖയും അള്ളാഹുവിൽ നിന്നുള്ള വല്ല തെളിവും ഒന്നും അവർക്കില്ല. വലാ ലിആബാഇഹിം,
അവരുടെ ആബായിനുമില്ല. അവര് അഭിമാനം പറയുന്നത് ആരെ കുറിച്ചാണ്? ആബായിന്റെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ മാർഗത്തിലാണ് എന്നാണ് അവർ പറയുന്നത്. അവർക്കുമില്ല, ഇവർക്കുമില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളും നിങ്ങളുടെ ആബാവും വ്യക്തമായ വഴികേടിലാണ്. അവർ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഈ ബിംബങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു, ഇന്നും ശിർക്കിന്റെ ആളുകൾ പറയുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പണ്ടുപണ്ടേ ചെയ്യുന്നത് കണ്ടിട്ടാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങളും നിങ്ങളും നിങ്ങളുടെ ആബാഉം വ്യക്തമായ ളലാലത്തിലാണ്, വഴികേടിലാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് പഴയത് എന്ന് പറഞ്ഞാൽ അത് എവിടെ ആയിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചതായിരിക്കണം. ഇന്ന് പലരും പണ്ടെന്ന് പറയുന്നത് അവരും അവരുടെ ഉപ്പാപ്പയും ഒരു കുറച്ച് തലമുറകൾ അതിന്റെ മുകളിലേക്ക് പോവുകയില്ല. എന്നിട്ട് ഏറ്റവും പഴയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചത് അവരോട് പറഞ്ഞു കൊടുത്താൽ അവർ പറയുന്നത് ഇത് പുതിയതാണ്, ഇത് പഴയതല്ല. യഥാർത്ഥത്തിൽ പഴയത് അതാണ് ശരി, പുതിയതാണ് തെറ്റ്. ഏതാണ് ഈ പഴയത്? പഴയതെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചതാണ്. മാ ലഹും ബിഹി മിൻ ഇൽമി വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അല്ലാഹു പറയുന്നു കബറത് കലിമതൻ, വളരെ വലുതായിരിക്കുന്നു അവരുടെ ആ വാക്ക്. അള്ളാഹുവിന് വലതുണ്ടെന്ന് എന്ന് പറയുന്ന വാക്ക് വളരെ വലുതാണ്. ആകാശഭൂമികൾക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കാണത്. പർവ്വതങ്ങൾ പൊടിഞ്ഞു പോകുന്ന വാക്കാണത്. അള്ളാഹുവിന് ഒരിക്കലും അവൻ തൃപ്തിയില്ലാത്ത, അവൻ വെറുക്കുന്ന വാക്കാണത്. അവരുടെ വായിൽ നിന്ന്, അവരുടെ വായകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ വാക്ക് വളരെ കടുത്തതാണ്. അവർ പറയുന്നില്ല ഇല്ലാ കദിബ, കളവല്ലാതെ പറയുന്നില്ല. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു വലദില്ല, അവനൊരു ശരീക്കില്ല. വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതി റഹ്മാനി അബ്ദാ. എല്ലാം അല്ലാഹുവിന്റെ അബ്ദാണ്. അവനൊരു വലദില്ല, അവന് ശരീക്കില്ല സുബ്ഹാനഹു വ തആല. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇൻ ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുറുസാ. അല്ലാഹു പറയുന്നു, ഫലഅല്ലക ബാഖിഉൻ നഫ്സക, ഓ നബിയെ ഫലഅല്ലക താങ്കളായേക്കാം, ബാഖിഉൻ നഫ്സക, ബാഖി എന്നാൽ മുഹ്ലിക്, നശിപ്പിക്കുന്നവനായേക്കാം, നഫ്സക താങ്കളെ തന്നെ, താങ്കളെ തന്നെ നശിപ്പിക്കുന്നവനായേക്കാം, അലാ ആസാരിഹിം അവരുടെ പിന്നാലെ ചെന്നിട്ട്, അവരുടെ പിന്നാലെ അഥവാ അള്ളാഹുവിന്റെ കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ വിശ്വസിക്കാത്ത മുശ്രിക്കുകളുടെ പിന്നാലെ ചെന്നിട്ട് താങ്കളെ തന്നെ നശിപ്പിച്ചേക്കാം. ഇല്ലം യുഅ്മിനൂ, എന്ത് കാരണത്താൽ? ഇല്ലം യുഅ്മിനൂ, അവർ വിശ്വസിക്കുന്നില്ല എന്നതിനാൽ. ബിഹാദൽ ഹദീസി, ഈ ഹദീസിൽ, ഈ കിതാബിൽ, അസഫൻ അതിലുള്ള ഖേദത്താൽ, സങ്കടത്താൽ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, യഖൂലു തആല മുസല്ലിയൻ ലിറസൂലിഹി സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി ഫി ഹുസ്നിഹി അലൽ മുശ്രിക്കീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. മുശ്രിക്കുകൾ ലിതർക്കിഹിമുൽ ഈമാൻ വബുഅദിഹിം അൻഹു, ഈമാൻ അവർ സ്വീകരിക്കാതെ അവർ പോയതിനാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടായി. കാരണം അള്ളാഹുവിന്റെ അംബിയ അവരുടെ ഉമ്മത്തിനോട് വളരെയധികം നസീഹത്തുള്ള ആളുകളാണ്. അവർ ഈമാനിലേക്ക് വരണം എന്ന അതിയായ താല്പര്യമുള്ള, എന്നിട്ട് ആ താല്പര്യം കൂടി അവർ വിശ്വസിക്കാത്തതിലുള്ള പ്രയാസം കാരണത്താൽ സ്വയം നശിച്ചു പോകും എന്ന അവസ്ഥയിലേക്ക് എത്തുന്നവരാണ് അള്ളാഹുവിന്റെ അംബിയ.
എന്ന് പറഞ്ഞാൽ പ്രയാസം, മാനസികമായ ബുദ്ധിമുട്ട് ഒരാളെ തളർത്തിക്കളയും, അയാളുടെ ആരോഗ്യം തന്നെ ഇല്ലാതാക്കി കളയും എന്നത് വളരെ അറിയപ്പെട്ട കാര്യമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. ഓ നബിയെ, അവർ മുഅ്മിനുകളാകുന്നില്ല എന്ന കാരണത്താൽ താങ്കൾ താങ്കളെ തന്നെ നശിപ്പിച്ചേക്കാം. അതുപോലെ സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞു, ഫലാ തദ്ഹബു നഫ്സുക അലൈഹിം ഹസറാത്ത്. അവരെക്കുറിച്ചുള്ള ഖേദത്താൽ താങ്കളുടെ നഫ്സാകെ പൊയ്പോകാതിരിക്കട്ടെ, റൂഹ് പോകാതിരിക്കട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മത്ത് ആളുകൾ നന്നായി കാണണം, ആളുകൾ ഹഖിലേക്ക് വരണം എന്നത് എത്ര വലിയ താല്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്ന് ഈ ഹദീസിൽ, ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച് പറയുകയാണ്, എന്താണ്? فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. അതിന്റെ ആവശ്യമില്ല. എന്താണ് കാരണം? താങ്കളെ സംബന്ധിച്ചിടത്തോളം ബൽ അബ്ലിഗുഹും റിസാലത്ത് അല്ലാഹ്, അല്ലാഹുവിന്റെ റിസാലത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഫമൻ ഇഹ്തദാ ഫലിനഫ്സിഹി, ആരാണോ ഹിദായത്തിലായത് ഫലിനഫ്സിഹി, അവൻ അവന് വേണ്ടിയാണ് ഹിദായത്തിലായത്, അവനാണ് അതിന്റെ ലാഭം. വമൻ ضل فإنما يضل عليها, ദലാലത്തിലായവൻ അതിന്റെ ദുരന്തവും ആർക്കാൻ? അവൻ ദലാലത്തിലായവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അർ-റിസാല അൽ-ബലാഗ്, അത് മാത്രമാണ് നബിയുടെ ബാധ്യത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട അവിടുത്തെ ഇത്തിബാഅ ചെയ്യുന്ന നമ്മുടെയും ബാധ്യത എത്രയാണ്? അങ്ങേയറ്റം ആളുകൾ നന്നാവണമെന്ന നസീഹ നമുക്ക് വേണം. എന്നാൽ അത് പരിധി വിട്ട് നമ്മളാകെ ഗളബും ഹുസ്നും കൊണ്ട്, ദേഷ്യവും സങ്കടവും കൊണ്ട് നമ്മളാകെ നശിച്ചു പോകുന്ന അവസ്ഥയിൽ നമ്മൾ എത്താൻ പാടില്ല. കാരണം എന്താണ്? അത് അള്ളാഹു പറയുകയാണ് അടുത്ത ആയത്ത്, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുറുസാ. കാരണം അവരുടെ ഈ തോന്നിവാസവും ഈ ധിക്കാരവും ഒക്കെ ഈ ദുനിയാവിൽ മാത്രമാണ്. ദുനിയാവാകട്ടെ, ഇന്നാ ജഅൽനാ മാ അലൽ അർദ്, ഈ ഭൂമിക്ക് മുകളിൽ നാം ആക്കിയിരിക്കുന്നു, ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം നാം ആക്കിയിട്ടുള്ളത് എന്താണ്? സീനതൻ ലഹാ, ഒരു സീനത്താണത്, അലങ്കാരമാണത്. എന്തിനുവേണ്ടി? ലിനബ്ലുവഹും, അവരെ നാം പരീക്ഷിക്കാൻ, അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഇബ്നു കസീർ പറഞ്ഞു, അന്നഹു ജഅല ദുനിയ ദാറൻ ഫാനിയ, അല്ലാഹു ഈ ദുനിയാവിനെ നശിച്ചു പോകുന്ന ഒരു ദാറാണ് ആക്കിയിട്ടുള്ളത്. മുസയ്യനതുൻ ബിസീനത്തിൻ സായില, അല്ലാഹു ഈ ദുനിയാവിനെ അലങ്കരിച്ചിരിക്കുന്നു ബിസീനത്തിൻ സായില, പോയിപ്പോകുന്ന സീനത്ത് കൊണ്ട്. ഈ സീനത്ത് നിലനിൽക്കുകയില്ല. പക്ഷെ ആളുകളാകട്ടെ ഈ തീർന്നു പോകുന്ന സീനത്ത് കണ്ടാണ് വഞ്ചിതരായിട്ടുള്ളത്. വഇന്നമാ ജഅലഹാ ദാറ ഇഖ്തിബാരിൻ ലാ ദാറ ഖറാർ, ഈ ദുനിയാവ് ഇഖ്തിബാറിന്റെ ദാറാണ്, ഖറാറിന്റെ ദാറല്ല. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇത് ഖറാർ, തീർന്നു പോകാത്ത സ്ഥിരമായി നിൽക്കുന്ന ദാറല്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിൽപ്പെട്ട മുഅ്മിനായ ഒരാൾ തന്റെ ഖൗമിനോട് പറഞ്ഞതുപോലെ, യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മതാഅ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഇതാ, ഈ ദുനിയാവ് എന്നത് തീർന്നു പോകുന്നതാണ്, ഇതിപ്പോ നശിച്ചു പോകും. പരലോകം അതാണ് ദാറുൽ ഖറാർ, എന്നെന്നും ജീവിക്കാനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്താലും ശരി, അതൊക്കെ ഈ ദുനിയാവിലാണ്. ഇന്ന ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, അയ്യുഹും അഹ്സനു അമല, അയ്യുഹും അക്സറു അമല എന്ന് അല്ലാഹു പറഞ്ഞില്ല. അയ്യുഹും അഹ്സനു അമല, ആരാണ് ഈ ദുനിയാവിൽ ഇഹ്സാനോടെ അമൽ ചെയ്യുന്നത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്നല്ല അല്ലാഹു പറഞ്ഞത്. എന്താണ് ഇഹ്സാനുള്ള അമൽ? അത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള അമലായിരിക്കണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒരു ഷർത്ത് ഇല്ലാതായി പോയാൽ ആ അമൽ ഇഹ്സാനുള്ള അമലല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ
ഇഖ്ലാസ്, ഇത്തിബാ, ഇത് രണ്ടും ഓരോ അമലിലും വേണം, എന്നാൽ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല. എങ്ങനെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാത്രം. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ وإنا لجاعلون ما عليها سعيدا جرزا وإنا തീർച്ചയായും നാം ലജാഇലൂന നാം ആക്കി തീർക്കുന്നവനാണ് മാ അലൈഹ ഐ മാ അലൽ അർദ് ഈ ഭൂമിയിലുള്ളതെല്ലാം സഈദൻ ജുറുസ എന്ന് പറഞ്ഞാൽ അർദൻ ലാ നബാത ഫീഹി വലാ ഷജറ ഒരൊറ്റ മുറ്റമാക്കി തീർക്കും. എങ്ങനത്തെ മുറ്റമാണത്? ജുറുസൻ, ഒരു മരവും ഒരു സസ്യവും ഒന്നുമില്ലാത്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മുഴുവൻ നശിപ്പിക്കുന്നതാണ്. ثم أخبر تعالى بزوالها وفنائها وفراغها وانقضائها وذهابها وخرابها. ഈ സീനത്ത് ഉണ്ട്, ഇത് സീനത്താണ് എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷം അതാ ഇത് പോകാനുള്ളതാണ്, അള്ളാഹു ഇല്ലാതാക്കി തീർക്കുന്നതാണ്. وإنا لجاعلون ما عليها سعيدا جرزا. സഈദൻ ജുറുസൻ എന്ന് പറഞ്ഞാൽ സഈദൻ ജുറുസൻ ലാ യംബുത് വലാ യന്തഫിഉ ബിഹി. ഈ ഭൂമിക്ക് മുകളിൽ പിന്നെ ഒന്നുമില്ല, ഒരാൾക്കും ഇതുകൊണ്ട് ഒരു ഉപകാരവുമില്ലാത്ത, ഇന്ന് കാണുന്ന യാതൊരു സുഖങ്ങളുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കുന്നതാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ പറയുന്നു, അം ഹസിബ്ത أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. ഈ ആയത്തുകളിൽ അഥവാ 9 മുതൽ 12 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞു. പിന്നെ അല്ലാഹു വിശദീകരിച്ചു പറഞ്ഞു, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് എന്ന് പറഞ്ഞു വിശദീകരിച്ചു പറഞ്ഞു. ഇവിടെ ചുരുക്കി പറയുകയാണ് അസ്ഹാബുൽ കഹ്ഫ്, അവരുടെ സംഭവം. അസ്ഹാബ് എന്നാൽ ആളുകൾ, അൽ കഹ്ഫ് കഹ്ഫിന്റെ ആളുകൾ. കഹ്ഫ് എന്നാൽ അതിന്റെ അർത്ഥം അൽ ഗാറു ഫിൽ ജബൽ, ഒരു പർവ്വതത്തിൽ ഒരു മലയിലുള്ള ഗുഹ, അതിനാണ് കഹ്ഫ് എന്ന് പറയുക. ഈ സൂറത്ത് ഈ സംഭവങ്ങൾ ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. എന്താണെന്നാൽ ഇത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. നമ്മൾ പറഞ്ഞല്ലോ, മക്കക്കാർ അവരിൽപ്പെട്ട 2 പേര്, ഒന്ന് അന്നദർ ഇബ്നുൽ ഹാരിസ്, 2 ഉഖ്ബത്ത് ഇബ്നു അബി മുഅയ്ത്. ഈ 2 പേരെ മുശ്രിക്കുകൾ അവർ മദീനയിലേക്ക് പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണുള്ളത്, മുശ്രിക്കുകൾ മദീനയിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണ്? മദീനയിലെ യഹൂദികളായ അവരിലെ ഹിബർ അവരിലെ പുരോഹിതന്മാരുണ്ട്, അവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്തിനാണ്? ഞങ്ങൾ കിതാബൊന്നും കിട്ടാത്ത ആളുകളാണ് മുശ്രിക്കുകൾ, മക്കയിലെ ആളുകൾ. അവർ കിതാബ് കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് ഈ മുഹമ്മദിന്റെ വിവരം നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, അവരെന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഈ 2 പേരെ അയച്ചപ്പോൾ മദീനയിലെ അഹ്ബാർ, യഹൂദ പുരോഹിതന്മാർ അവരോട് പറഞ്ഞത്രേ, 3 കാര്യങ്ങൾ നിങ്ങൾ ഈ ആളോട് ചോദിക്കണം. എന്നിട്ട് ഈ 3 കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അള്ളാഹുവിന്റെ റസൂലാണ്, പറഞ്ഞു തന്നില്ലെങ്കിൽ ഒരു മുതഖവ്വിലാണ്, അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഇവർ 2 പേരും തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവം, ഇത് 3 കാര്യങ്ങൾ അവർ ചോദിച്ചു. 3 കാര്യങ്ങൾ എന്താണെന്നാൽ, ഒന്ന് ഇതാണ്, അതായത് പണ്ട് കാലത്ത് ഗുഹയിലേക്ക് പോയിട്ടുള്ള 3 ആളുകൾ, ഗുഹയിലേക്ക് പോയിട്ടുള്ള 3 ആളുകൾ. സലൂഹു അൻ ഫിത്യത്തിൻ ദഹബു ഫി ദഹരിൽ അവ്വലി മാ കാന മിൻ അംരിഹിം. ചോദിച്ചു നോക്കൂ, ആ പണ്ട് കാലത്ത് ഗുഹയിൽ ഒളിച്ചു നിന്ന ആളുകൾ, അവരുടെ അവസ്ഥ എന്തായിരുന്നു? അതാണ് ഒന്ന്. രണ്ടാമത്തേത്, എന്നിട്ട് അവർ പറഞ്ഞു, ഫഇന്നഹും ഖദ് കാന ലഹും ഹദീസുൻ അജീബ്.
ആ ഗുഹയിൽ കിടന്ന ആളുകളുടെ കാര്യം അജീബായ കാര്യമാണ്, അത്ഭുതകരമായ കാര്യമാണ്. രണ്ടാമത്തേത് വസലൂഹു അൻ റജുലിൻ തവാഫിൻ ബലഗ മശാരിഖൽ അർദി വമഗാരിബഹ മകാന നബുഉ. ഭൂമി മുഴുവൻ സഞ്ചരിച്ച ഒരാളുണ്ടായിരുന്നു, ഭൂമിയിലെ എല്ലാ സ്ഥലത്തും എത്തിയ ഒരാൾ. ആളെ കുറിച്ച് ചോദിച്ചു നോക്കൂ. അതവരുദ്ദേശിച്ചത് ദുൽഖർനൈൻ എന്നു പേരുള്ള പണ്ട് കാലത്ത് ജീവിച്ച ഒരു രാജാവിനെ ആയിരുന്നു. ദുൽഖർനൈന്റെ ചരിത്രം ഈ സൂറത്തിൽ ഇൻഷാ അല്ലാഹ് വരാനുണ്ട്. അതുപോലെ മൂന്നാമത്തെ റൂഹിനെ കുറിച്ച് ചോദിക്കൂ. ഈ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അവർ പറഞ്ഞയച്ചു എന്നാണ്. അതിൽ വ്യക്തമായ മറുപടി പറഞ്ഞാൽ നബിയാണ്, അല്ലെങ്കിൽ കളവ് കെട്ടി പറയുന്ന ആളാണ്. അങ്ങനെ ഈ 2 പേർ നദർ ഇബ്നുൽ ഹാരിസ് അതുപോലെ ഉഖബ രണ്ടുപേരും മക്കയിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഈ ചരിത്രത്തിൽ ഇബ്നു ഇസ്ഹാഖിന്റെ ചരിത്രത്തിൽ റിവായത്ത് ചെയ്യപ്പെട്ട സംഭവമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്രേ, ഞാൻ അതിനെക്കുറിച്ച് നാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വഹി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പക്ഷേ ഇസ്തിസ്ന റസൂലുള്ള മറന്നുപോയി എന്നാണ്. ഇസ്തിസ്ന എന്നാൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ വഹി വരുന്നില്ല. 15 ദിവസം വരെ വഹി വന്നില്ല. മുശ്രിക്കുകളാകട്ടെ അവർക്ക് പിന്നെ വേറെന്ത് വേണം, അവരത് ആഘോഷിച്ചു. ഇതാ മറുപടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വിഷമിച്ചു, അങ്ങേയറ്റം പ്രയാസപ്പെട്ടു. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇൻ ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ. അതുപോലെ കാണാം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ തന്നെ പറഞ്ഞു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ നീ നാളെ ഒരു കാര്യം ചെയ്യും എന്ന് പറയരുത്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന വാക്കിന്റെ ബറക്കത്ത് എന്താണ് എന്ന് നമുക്ക് ആ ആയത്തിന്റെ തഫ്സീറിൽ പറയാം. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യക്തമായി അവന്റെ വഹി കൊടുത്തു. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്, ദുൽഖർനൈനെ കുറിച്ച്, റൂഹിനെ കുറിച്ചെല്ലാം. റൂഹിനെ കുറിച്ച് സൂറത്തുൽ ഇസ്രായിലാണല്ലോ. യസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അല്ലാഹു ഇതാ പറയുകയാണ്, അം ഹസിബ്ത, നീ വിചാരിച്ചിരിക്കുകയാണോ, അന്ന അസ്ഹാബൽ കഹ്ഫി, ഗുഹയുടെ ആളുകൾ, വറഖീമി, റഖീമും, കാനൂ മിൻ ആയാതിനാ അജബ, നമ്മുടെ ആയത്തുകളിൽപ്പെട്ട അജബായ കാര്യം, അത്ഭുതകരമായ കാര്യമാണെന്നാണോ നീ വിചാരിച്ചിട്ടുള്ളത്? അല്ല. ഖൽഖുസ് സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശഭൂമികളെ പടച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഖുർആനും നബിയുടെ സുന്നത്തും അവതരിപ്പിച്ചു കൊടുത്തത്, ഇതെല്ലാം അസ്ഹാബുൽ കഹ്ഫിനെക്കാളും റഖീമിനെക്കാളും എത്ര വലിയ ആയത്തുകളാണ്. അം ഹസിബ്ത, നീ വിചാരിച്ചിരിക്കുകയാണോ, അന്ന അസ്ഹാബൽ കഹ്ഫി, കഹ്ഫിന്റെ ആളുകളും, റഖീം, എന്താണ് റഖീം? റഖീം എന്നാൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അവർ താമസിച്ച ആ ഗുഹ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ പേരാണ് റഖീം എന്ന്, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായം, റഖീം എന്നാൽ ഇവരുടെ സംഭവം, ഇവരുടെ ചരിത്രം ഒരു ഫലകത്തിൽ പണ്ട് കാലത്തുള്ള ആളുകൾ രേഖപ്പെടുത്തി വെച്ചു, എന്നിട്ട് അവരുടെ ഗുഹയുടെ അരികിൽ പിന്നീട് അവർ കൊണ്ടുവച്ചു, അതാണ് റഖീം എന്നിങ്ങനെ 2 അഭിപ്രായങ്ങളുണ്ട്. അല്ലാഹു അഅലം. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം കാനൂ മിൻ ആയാതിനാ അജബ, നമ്മുടെ ആയത്തുകളിൽ അജബായ കാര്യമാണിത് എന്നാണോ നീ വിചാരിച്ചിട്ടുള്ളത്? അല്ല, അള്ളാഹുവിന്റെ അജീബായ ഒരുപാട് ആയത്തുകളിൽ ഒന്ന് മാത്രമാണ്. ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം കാനൂ മിൻ ആയാതിനാ അജബ. അവരുടെ സംഭവം എന്താണ്? ഇദ് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി. ഇദ് അവ, അവ എന്നാൽ അഭയം തേടി. ഇദ് അവ, അഭയം തേടിയ സന്ദർഭം. ആരാണ് അഭയം തേടിയത്? അൽ ഫിത്യ. ഫിത്യത്ത് എന്ന് പറഞ്ഞാൽ ഫത എന്നതിന്റെ ബഹുവചനമാണ്. ഫത എന്നാൽ ചെറുപ്പക്കാരൻ, യുവാവ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഗുഹയിൽ താമസിച്ച, അള്ളാഹു ഗുഹയിൽ ഉറക്കിക്കെടുത്തിയ ആളുകൾ, അവർ ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു. ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി, ആ ചെറുപ്പക്കാർ അവർ ഗുഹയിൽ അഭയം തേടിയപ്പോൾ, ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലു, അവർ ദുആ ചെയ്തു, അവർ പറഞ്ഞു, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ നിന്നിൽ നിന്ന് നീ ഞങ്ങൾക്ക് റഹ്മത്ത് തരണമേ എന്ന് പറഞ്ഞാൽ അവരുടെ ദീനും കൊണ്ട് ഖൗമിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഓടിയതാണ്. അവരുടെ ഖൗം അവരെ ശിർക്കിലേക്ക് കൊണ്ടുപോകും. അവരുടെ ദീൻ ഫസാദാകാതിരിക്കാൻ അവർ
ആ ഷിർക്കിന്റെ കുഫറിന്റെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ്. ഇന്നത് എത്ര ആളുകൾ അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ഹിജ്റ അതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കുഫാറുകൾ അവര് തൊടുത്തുവിടുന്ന പരിഹാസങ്ങൾ അതൊക്കെ മുസ്ലിമീങ്ങളായ പലരും ഏറ്റുപിടിച്ച് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിലുള്ള കാര്യമാണ് ഹിജ്റ. ഖിയാമത്ത് നാൾ വരെ ഉള്ള കാര്യമാണ് ഹിജ്റ. എന്താണ് ഹിജ്റ? ഒരാൾ തന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി അയാളുടെ നാട് ഉപേക്ഷിച്ചു പോകലാണ്. അത് ചില സമയത്ത് വാജിബായി തീരും, ചില സമയത്ത് മുസ്തഹബായി തീരും. എല്ലാ സമയത്തും എല്ലാ കാലത്തും അത് നിർബന്ധമല്ല. എല്ലാ കാലത്തും അത് മുസ്തഹബായിരിക്കില്ല. ചില സമയത്ത് നിർബന്ധമായിരിക്കും, ചില സമയത്ത് മുസ്തഹബായിരിക്കും, പുണ്യകരമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഹിജ്റയുടെ കാര്യം. ഖിയാമത്ത് നാൾ വരെ ഉള്ളതാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാര്യത്തെ നമ്മൾ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. കാഫറായി പോകുന്ന കാര്യം. ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി, ആ ചെറുപ്പക്കാർ ഗുഹയിൽ അഭയം തേടിയ സന്ദർഭം. ഫഖാലു റബ്ബന, അവർ ദുആ ചെയ്തു, ആതിനാ മിൻ ലദുൻക റഹ്മ, നീ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് തരണമേ എന്ന് പറഞ്ഞാൽ ഈ ഖൗമിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ, അതുപോലെ ഞങ്ങളുടെ ദീൻ നീ സംരക്ഷിക്കണമേ. വഹയ്യി ലനാ മിൻ അംരിനാ റശദ, വഹയ്യി ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഒരുക്കി തരണമേ, മിൻ അംരിനാ ഞങ്ങളുടെ കാര്യത്തിൽ റശദ, നല്ലതാക്കി തരണേ എന്ന് പറഞ്ഞ ഗുഹയിൽ ഞങ്ങൾ അഭയം തേടുകയാണ്. ഇതിന്റെ അവസാനം അല്ലാഹു ഇനി ഞങ്ങൾക്ക് ഖൈറാക്കി തരണേ എന്നാണ് അവരുടെ ദുആ. സലഫുകളിൽ നിന്ന് വന്നിട്ടുള്ള ഖൈറായ ദുആ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ സനദിൽ ചില പ്രശ്നങ്ങൾ ചില ഉലമാക്കൾ കാണിച്ചിട്ടുണ്ട്. ചിലർ അത് സഹീഹാണെന്ന് പറഞ്ഞു, ചിലർ ദഈഫാണെന്ന് പറഞ്ഞു. എന്താണ്? അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, അതുപോലെ وأجرنا من خزي الدنيا وعذاب الآخرة، اللهم احسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. الله ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും അവസാനം നീ ഖൈറാക്കി തരണേ എന്ന ദുആ. അതാണ് അവർ ദുആ ചെയ്തത്. വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. അല്ലാഹു എന്തു ചെയ്തു? ആ നാട്ടുകാർ മുഴുവൻ അവർക്കെതിരാണ്. ഇവരാകട്ടെ കുറച്ച് ആളുകളാണ്, 7 ആളുകളാണ്, അതിൽ കൂടുതലില്ല. അതിൽ കുറച്ചാണെന്ന് അഭിപ്രായമുണ്ട്. കൂടിപ്പോയാൽ അവർ 7 ആളുകളാണ്. നാട്ടുകാർ മുഴുവൻ അവർക്കെതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതല്ലാതെ എന്ത് നടക്കാൻ? അല്ലാഹുവിന്റെ ഖദാ, അവന്റെ ഖദർ, അതിനെ മറികടന്നൊന്നും സംഭവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന് കൊടുത്ത ഉപദേശം പോലെ എന്താണ്? ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും واعلم أن الأمة لو اجتمعت على أن ينفعوك بشيء لم ينفعوك بشيء إلا ما كتب الله لك. അള്ളാഹു നിനക്ക് എഴുതി വെച്ചതല്ലാതെ ഒരു ഉപകാരവും ചെയ്തു തരാൻ ലോകത്തെ മുഴുവൻ ആളുകളും തീരുമാനിച്ചാലും സാധ്യമല്ല. ولو اجتمعوا على أن يضروك بشيء لم يضروك إلا بشيء قد كتبه الله عليك. അവർ നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ ലോകത്തുള്ള എല്ലാവരും അള്ളാഹു തീരുമാനിച്ച ഒരു ഉപദ്രവം അല്ലാതെ വരുത്താൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ഖദർ അത് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഖുൽ, പറയൂ നബിയെ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. പറയൂ നബിയെ, അള്ളാഹു ഞങ്ങൾക്ക് എഴുതി വെച്ചതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കുകയില്ല. അതായിരിക്കണം മുഅ്മിനുകളുടെ അവരുടെ വിശ്വാസം. അങ്ങനെയായിരിക്കും. റബ്ബിനല്ലാതെ അവർ ഭയപ്പെടരുത്. പിന്നെ അവർ പേടിക്കേണ്ടി വരിക അവരുടെ ദുനൂബുകളെയാണ്, അവരുടെ തെറ്റുകളെയാണ്. അത് നമ്മൾ പേടിക്കേണ്ടി വരും. അതിന്റെ ശർറ് നമുക്കുണ്ടാവും. ശത്രുക്കളുടെ കയ്യാലെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതല്ലാതെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അവൻ ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുക, അങ്ങനെയുള്ള ഒരു മുഅ്മിൻ റബ്ബിനല്ലാതെ ഒരാളെയും ഭയപ്പെടേണ്ടി വരികയില്ല. അങ്ങനെ പേടിക്കരുത്. മുഅ്മിന്റെ സ്വഭാവമായിരിക്കും അവൻ ശുജാഅത്തുള്ളവനാണ്, അവൻ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ധീരനാണ് എന്നത് മുഅ്മിന്റെ സ്വഭാവമാണ്. وهيئ لنا من أمرنا رشدا فضربنا على آذانهم. അല്ലാഹു പറയുന്നു فضربنا, നാം അടിച്ചു, على آذانهم, അവരുടെ ചെവികളിൽ എന്ന് പറഞ്ഞാൽ ഉറക്കി കടത്തി എന്നാണ് അതിന്റെ അർത്ഥം. അൽഖൈനാ അലൈഹിമുൻ നൗം, അവർക്ക് നാം ഒരു ഉറക്കമിട്ട് കൊടുത്തു. ഫിൽ കഹ്ഫി, ആ ഗുഹയിൽ, സിനീന അദദ, സിനീൻ വർഷങ്ങൾ, അദദൻ, അദദൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണം, ഒരുപാട് വർഷങ്ങൾ നാം അവരെ ഉറക്കിക്കിടത്തി ആ ഗുഹയിൽ. ثم بعثناه, ഇതാ ഇവിടെ അള്ളാഹു ചുരുക്കി പറയുന്നു, ഇനി വിശദീകരിച്ചു പറയും. ثم, പിന്നീട്, بعثناهم, നാം അവരെ എഴുന്നേൽപ്പിച്ചു. ഇതെന്തിനുള്ള തെളിവാണ്? അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ്
എന്നതിനുള്ള തെളിവാണിത്. പിന്നെ നാം അവരെ ജീവിപ്പിച്ചു ലിനഅലമ, നാം അറിയാൻ വേണ്ടി, ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിഥു അമദ. നാം അറിയുവാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു മുമ്പേ അറിഞ്ഞിട്ടുണ്ട്. നാം അറിയുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നാം അറിയുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ നാം കാണുവാൻ വേണ്ടി. അയ്യുൽ ഹിസ്ബൈനി, രണ്ട് കക്ഷികളിൽ ആരാണ്? അഹ്സാ ലിമാ ലബിഥു അമദ. അഹ്സാ ഏറ്റവും നന്നായി കണക്ക് കൂട്ടിയത്, ലിമാ ലബിഥു അവർ ഗുഹയിൽ എത്രയാണോ കഴിച്ചു കൂട്ടിയത്, അമദൻ കാലം, എത്ര കാലമാണ് ഗുഹയിൽ അവർ കഴിച്ചു കൂട്ടിയത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരുടെ കാര്യത്തിൽ ആളുകൾ രണ്ട് കക്ഷിയാണ്. അതിൽ ആരാണ് ഏറ്റവും ശരിയായത് പറഞ്ഞത് എന്ന് നാം കാണാൻ വേണ്ടി നാം അവരെ വീണ്ടും ജീവിപ്പിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വീണ്ടും ജീവിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നു, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. നഹ്നു നഖുസ്സു അലൈക, നാം നിനക്ക് അവരുടെ ഖിസ്സ പറഞ്ഞു തരാം. നഖുസ്സു അലൈക നബഅഹും, അവരുടെ വിവരം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ബിൽ ഹഖ്, ഹഖോടെ. ഇബ്നു കസീർ പറഞ്ഞു, മിൻഹാ ഹുനാ ശറഅ ഫീ ബസ്തിൽ ഖിസ്സത്തി വശർഹിഹാ. അല്ലാഹു ഇതാ ഇവിടെ നിന്നാണ് സൂറത്തുൽ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകളുടെ ചരിത്രം അള്ളാഹു വിശദീകരിച്ചു പറയുന്നത്. ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു ചുരുക്കി പറഞ്ഞു. ഇനി അള്ളാഹു വിശദീകരിച്ചു പറയുന്നു എങ്ങനെയാണ് അവർ ഗുഹയിൽ എത്തിയത്, അതിനു മുമ്പുള്ള സംഭവങ്ങൾ, അവരാരായിരുന്നു. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും അവരായിരുന്നു ഫിത്യത്തുൻ, ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു, യുവാക്കളായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അവരുടെ റബ്ബിൽ അവർ ഈമാനുള്ളവരായി. വസിദ്നാഹും, നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. ഹുദാ, ഹുദ വർദ്ധിപ്പിച്ചു കൊടുത്തു, സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇബ്നു കസീർ പറഞ്ഞു, ഫദക്കറ തആല അന്നഹും ഫിത്യത്തുൻ വഹുമുശ് ശബാബ്. അല്ലാഹു പറയുന്നു അവർ ചെറുപ്പക്കാരായിരുന്നു. വഹും അഖ്ബലു ലിൽ ഹഖ് വഅഹ്ദാ ലിസ്സബീൽ മിനശ് ശുയൂഖ്. ചെറുപ്പക്കാരുടെ പ്രത്യേകത, യുവാക്കളുടെ പ്രത്യേകത, വഹും അഖ്ബലു ലിൽ ഹഖ്, ഹഖ് വേഗം സ്വീകരിക്കുന്നവരവരാണ്. വഅഹ്ദാ ലിസ്സബീൽ, സന്മാർഗത്തിൽ വേഗം എത്തുന്നവരവരാണ്. മിനശ് ശുയൂഖി, വയസ്സായവരെക്കാൾ. الذين قد عتوا وانغمسوا في دين الباطل, ബാത്തിലായ ദീനിൽ മുഴുകിപ്പോയ, ബാത്തിലായ ദീനിൽ ഒരുപാട് കാലം ജീവിച്ച വൃദ്ധരെക്കാളും വേഗം ഹിദായത്തിൽ വരുന്ന ആളുകൾ ചെറുപ്പക്കാരാണ്. അതുകൊണ്ടാണ് ولهذا كان أكثر المستجيبين لله تعالى ولرسوله صلى الله عليه وسلم شبابا. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത്, ആ ദഅവത്തിൽ വേഗം വിശ്വസിച്ചവർ അധികവും ഭൂരിപക്ഷവും ആരായിരുന്നു? ശബാബൻ, ചെറുപ്പക്കാരായിരുന്നു. വഅമ്മൽ മശായിഖു മിൻ ഖുറൈശ്, ഖുറൈശികളിലെ പ്രായമേറിയവർ ഫഅമ്മത്തുഹും, അവർ ഭൂരിപക്ഷവും ബഖൂ അലാ ദീനിഹിം വലം യുസ്ലിം മിൻഹും ഇല്ലാ ഖലീൽ, അവരധികം അവരുടെ പഴയ ദീനിൽ തന്നെയായിരുന്നു. അവരിൽ നിന്ന് മുസ്ലിമീങ്ങളായവർ കുറവായിരുന്നു. അത് ചെറുപ്പക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ശുയൂഖ്, പ്രായമേറിയവർ, അവർ ഒരുപാട് കാലം കുഫറിൽ കഴിഞ്ഞ് പിന്നെ ഇസ്ലാമിലേക്ക് വരാൻ സാധ്യത കുറവാണ്. എന്നാൽ മുസ്ലിമീങ്ങളായ, എന്നിട്ട് ഇസ്ലാമിലായിക്കൊണ്ട് പ്രായമേറിയവർ, അവർക്ക് പ്രത്യേകതയുണ്ട്. അവർക്ക് ചെറുപ്പക്കാരെക്കാൾ പ്രത്യേകതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ബറകതു മഅ അകാബിരിക്കും, അൽ ബറകതു മഅ അകാബിരിക്കും, നിങ്ങളിലെ ബറക്കത്തുള്ളത് നിങ്ങളിലെ പ്രായമേറിയവരുടെ കൂടെയാണ്. അവരിൽ ഖൈർ ഉണ്ടാവും. പ്രത്യേകിച്ച് ഖൈർ ഏത് വയസ്സായവരുടെ കൂടെയാണ് ബറക്കത്തുള്ളത്? ഇസ്ലാമിലായിട്ട് അഹ്ലുസുന്നത്തിലായിക്കൊണ്ട് വയസ്സായവർ. അവർ പഴച്ചു പോകാൻ, പഴച്ച കക്ഷികൾ, ഖവാരിജികളെ പോലെ, ഭീകരരെ പോലെ, അതുപോലെ മറ്റുള്ള പഴച്ച കക്ഷികൾ, അവരുടെ സ്വാധീനത്തിൽ പെട്ടുപോകാൻ സാധ്യത കുറവാണ്. ചെറുപ്പക്കാർ, അവർക്ക് പ്രായമേറിയവർ, അവർക്ക് ഇൽമു കുറവാണെങ്കിലും അവരുടെ അനുഭവ സമ്പത്ത്, അവരുടെ ജീവിതം
അതുകൊണ്ട് അവർക്കുണ്ടായ തജ്രിബ അത് അവരെ ഹക്കിൽ പിടിച്ചു നിർത്തും. അതാർക്കാണ്? ഇസ്ലാമിലായി അഹ്ലുസുന്നത്തിലായി പ്രായമേറിയവർ, അവർക്ക് ബറക്കത്തുണ്ട്. എന്നാൽ ഇസ്ലാമിലേക്ക് വരുവാൻ, ഹക്കിലേക്ക് വരുവാൻ ചെറുപ്പക്കാർക്ക് സാധ്യത കൂടുതലാണ്. അവർ വേഗം വരുന്നവരാണ്. കുഫറിൽ ബാത്തിലിൽ കുറെ കാലം കഴിഞ്ഞ പ്രായമേറിയവരെക്കാളും. എന്നാൽ ഇസ്ലാമിൽ കുറെ കാലം ഒരാൾ ജീവിച്ചയാൾക്ക് പ്രായമേറിയാൽ അതിൽ ബറക്കത്തുണ്ട്. അയാൾ മുസ്ലിമായിട്ട് നരച്ച നര, അതിൽ പ്രത്യേകതയുണ്ട്. ആ നരക്ക് ബറക്കത്തുണ്ട്, അതിൽ നൂറുണ്ട്. എന്നാൽ ഇസ്ലാമിലേക്ക് ആദ്യം വരിക അത് ചെറുപ്പക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വേഗം ഇസ്ലാമിലേക്ക് വന്നവരധികവും പ്രായം കുറഞ്ഞവരായിരുന്നു. അസ്ഹാബുൽ കഹ്ഫ് അവരെ കുറിച്ച് അള്ളാഹു പറയുന്ന അവർ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരായിരുന്നു. അവരവരുടെ റബ്ബിൽ വിശ്വസിച്ചു, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിൽ അവർ വിശ്വസിച്ചു. അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നവർ ഒഴിവാക്കി. വജിദ്നാഹും ഹുദ, അപ്പോൾ നാം അവർക്ക് ഹുദ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഹുദ എന്നാൽ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഈ ആയത്ത് ഈമാൻ കൂടും എന്നതിന് തെളിവാണ്. വജിദ്നാഹും ഹുദ. ഈ ആയത്തിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഈമാൻ കൂടും കുറയും എന്നതിന് തെളിവ് പിടിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണ് ഈമാൻ കൂടും കുറയും. അൽ ഈമാൻ യസീദു വയൻഖുസ്, യസീദു ബിത്താഅ വയൻഖുസ് ബിൽമഅസിയ. ഈമാൻ കൂടും, ഖൈർ ചെയ്യുന്നതിന് ഈമാൻ കൂടും, ശർറ് ചെയ്യുന്നതിന് ഈമാൻ കുറയും. ഇതെന്തിനാണ് അഹ്ലുസുന്ന പ്രത്യേകം പറയുന്നത്? പഴച്ച രണ്ട് കക്ഷികൾ അവരുടെ വിശ്വാസത്തിനെതിരാണിത്. മുർജിഅ എന്നു പേരുള്ള പഴച്ച കക്ഷികൾ അവർ പറഞ്ഞു ഈമാൻ കൂടില്ല, എല്ലാവരും ഈമാൻ ഒരുപോലെ, എന്റെ ഈമാനും ജിബ്രീലിന്റെ ഈമാനും ഒരുപോലെ, എന്റെ ഈമാനും സഹാബത്തിന്റെ ഈമാനും ഒരുപോലെ. അങ്ങനെയല്ല, ഈമാൻ കൂടും ഈമാൻ കുറയും. അത് ഖുർആനിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്ന് വളരെയധികം തെളിവുകൾ വന്നിട്ടുള്ള കാര്യമാണ്. ഈമാൻ കൂടും ഈമാൻ കുറയും. അയാൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, കുഫ്റോ ശിർക്കോ അല്ലാത്ത എത്ര വലിയ തെറ്റ് ചെയ്താലും അയാളിൽ നിന്ന് പറ്റ ഈമാൻ ഒഴിവായി പോവുകയില്ല, കാഫിറായി പോവുകയില്ല. ഈമാൻ കുറയും, കുഫറിനോട് അയാൾ അടുക്കും. അതുപോലെ തന്നെ ഖൈർ ചെയ്താൽ അയാളുടെ ഈമാൻ വർദ്ധിക്കും. ഈമാൻ വലിയ ഈമാൻ ഉള്ളവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം ഫഅമ്മൽ ലദീന ആമനു ഫസാദതുഹും ഈമാന. മുഅ്മിനുകൾ ഖുർആൻ കേട്ടാൽ അവരുടെ ഈമാൻ കൂടും എന്നിങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് ഈ ആയത്തിൽ തെളിവുണ്ട്. വസിദ്നാഹും ഹുദ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അല്ലാഹു ഒരു ഗുഹയിൽ എത്തുന്നതിന് മുമ്പുള്ള അവരുടെ അവസ്ഥ പറയുകയാണ്. റബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഖൽബ് നാം ഉറപ്പിച്ചു. റബത്ത് കെട്ടി ഉറപ്പിക്കുന്നതിനാണ് റബത്ത് എന്ന് പറയുന്നത്. റബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഖൽബുകൾ നാം ഉറപ്പിച്ചു. ഇദ് ഖാമൂ, അവർ എണീറ്റ് നിന്ന സന്ദർഭം. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹുവാണ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, അവന് പുറമെ ഒരു ഇലാഹിനോട് ഞങ്ങൾ ലൻ നദ്ഉ, ലൻ എന്നാൽ ഒരിക്കലും ചെയ്യുകയില്ല, ഒരിക്കലും ഞങ്ങൾ ദുആ ചെയ്യുകയില്ല അവനല്ലാത്ത ഒരു ഇലാഹിനോട്. ലഖദ് ഖുൽനാ ഇദൻ, അങ്ങനെയായാൽ, അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് ശതത, വളരെ ബാത്തിലായ ഒരു വാക്കാണ്. ഇതെപ്പോഴാണ് അവർ പറഞ്ഞത്? അവരുടെ കഥ മുഫസ്സിറുകൾ തഫ്സീറുകളിൽ പറഞ്ഞിട്ടുള്ളത്, അവരാരായിരുന്നു? ഗുഹയിലെത്തുന്നതിന് മുമ്പ് അവരാരായിരുന്നു? അവർ പരസ്പരം ബന്ധമില്ലാത്ത 7 ആളുകളായിരുന്നു. പരസ്പരം അവർക്ക് അറിയുമായിരുന്നില്ല. മറിച്ച് റോമിലെ പല പല രാജാക്കന്മാരുടെ മക്കളായിരുന്നു ഈ 7 പേർ. അങ്ങനെ ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചു. അല്ലാഹു യഹ്ദി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകും. അങ്ങനെ ഈ റോമിൽ വലിയൊരു താബൂത്ത് ആയ ഒരു ഭരണാധികാരിയുണ്ട്. ഈ മലിക്കുകളുടെ എല്ലാം മലിക്, ഈ രാജാക്കന്മാരുടെ എല്ലാം മലിക്. അയാളുടെ പേര് ദഖിയാനൂസ് എന്നായിരുന്നു എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. ദഖിയാനൂസ് അയാൾ ഒരു ഈദ് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു, ഒരാഘോഷം. അതിൽ അയാളുടെ സാമ്രാജ്യത്തിന് കീഴിലുള്ള ചെറിയ ചെറിയ രാജാക്കന്മാരും അവരുടെ പ്രജകളും എല്ലാവരും വരും. അവരുടെ ബിംബങ്ങൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യും, അവർക്ക് വേണ്ടി അറുക്കും.
ഇങ്ങനെ പല ശിർക്കും കുഫ്റും അവർ ചെയ്യും. അങ്ങനെ ഈ 7 പേർ ഒരു ദിവസം ഈ ഈദിന്, അവരുടെ ഈ മുശ്രിക്കുകളുടെ ഈദിന് അവരുടെ കുടുംബാംഗങ്ങളുടെ കൂടെ പുറപ്പെട്ടു. ഇവർ പലരും പല കുടുംബങ്ങളിലാണ്. പക്ഷെ അവരെല്ലാവരും മുലൂക്കിന്റെ മക്കളായിരുന്നു എന്നാണ്, രാജാക്കന്മാരുടെ മക്കളായിരുന്നു. നല്ല ഉയർന്ന ജീവിതം ജീവിച്ച ആളുകളായിരുന്നു. അങ്ങനെ അവർ ഈ ഈദിൽ അവരിങ്ങനെ കുഫറും ചുരുക്കുമൊക്കെ കാണുന്നു. ആളുകൾ അല്ലാഹു അല്ലാത്ത ബിംബങ്ങൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്നു, ബിംബങ്ങൾക്ക് വേണ്ടി അറവ് നടത്തുന്നു, ബലി കൊടുക്കുന്നു. ഇങ്ങനെ പലതും കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ അതിനോട് വെറുപ്പ് തോന്നുകയാണ്. അള്ളാഹുവിന്റെ ഫിത്ര, ഓരോ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി, അതിൽ അള്ളാഹു അവനെ നിലനിർത്തി. അവർക്ക് അതിനോട് വെറുപ്പ് തോന്നി. എന്നിട്ട് അവരിൽ ഓരോരുത്തരായി ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഇവരിങ്ങനെ അവരുടെ കുടുംബത്തിൽ നകന്ന് ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ ആൾ, വേറെ ആൾക്ക് പരസ്പരം അറിയില്ല, അയാളും ഈ അതേ മരത്തിന്റെ ചോട്ടിൽ വന്നിരിക്കുന്നു. മൂന്നാമത്തെ ആൾ, നാലാമത്തെ ആൾ, 7 പേരും അങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. ഇവർക്ക് പരസ്പരം അറിയില്ല, മറ്റേ ആളെന്തിനാണ് അടുത്തു വന്നിരുന്നത് എന്നറിയില്ല. അങ്ങനെ പിന്നീട് അവരിൽ ഒരാൾ പറയുകയാണ്, ഇവർ ചെയ്യുന്നത് ശരിയല്ലല്ലോ, അള്ളാഹുവിന് മാത്രമാണല്ലോ ഇബാദത്ത് ചെയ്യേണ്ടത്. അപ്പൊ അത് അടുത്ത ആൾ, അങ്ങനെ 7 പേരും പറയുകയാണ്. ഇതെന്തുകൊണ്ടാണ്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹ ഇവരിൽ നിന്നൊക്കെ റിവായത്ത് ചെയ്യപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അൽ അർവാഹു ജുനൂദുൻ മുജന്നദ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫത് വമാ തനാകറ മിൻഹാ ഇഖ്തലഫത്. ഇവർ ദുനിയാവിൽ പരിചയമില്ലാത്ത ആളുകളാണ്, ദുനിയാവിൽ ഇവർക്ക് മുൻ പരിചയമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലമുൽ അർവാഹി, റൂഹുകളുടെ ഒരു ലോകം മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. ആലമുൽ അർവാഹ്, ആലമുൽ ദുനിയ, ആലമുൽ ആഖിറ, ഈ 3 ലോകത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത്. ആലമുൽ അർവാഹ് മുമ്പ് റൂഹുകളുടെ ലോകം കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ റൂഹുകളെയും അവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ ദുനിയാവിൽ ഇതൊരു ആലമാണ്, ആഖിറ അതും ഒരു ആലമാണ്. അതിനിടയിൽ വേറെ ആലമുകളുണ്ട്, അതൊക്കെ പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ആലം അൽ അർഹാം, ഗർഭപാത്രത്തിലുള്ള ജീവിതം, അത് ബർസഖിലുള്ള ജീവിതം, മരിച്ചു കഴിഞ്ഞ് ആഖിറത്തിലെത്തുന്നതിന് മുമ്പുള്ള ജീവിതം. പക്ഷെ ഇതെല്ലാം ഈ 3മായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ അർവാഹു, റൂഹുകൾ, ജുനൂദുൻ മുജന്നദ, ഒരേ സൈന്യസംഘത്തിൽപ്പെട്ട സൈന്യങ്ങളെ പോലെയാണ്. സൈന്യങ്ങളുടെ പ്രത്യേകത എന്താ? ഒരേ വേഷമായിരിക്കും, ഒരു പടയിലല്ലായിരിക്കും, ഒരേ യൂണിഫോമിലായിരിക്കും എന്നതുപോലെ റൂഹുകൾ. ആ റൂഹുകളുടെ ലോകത്ത് പരസ്പരം പരിചിതരായിട്ടുള്ള ആളുകൾ, പരസ്പരം ഇണങ്ങിയിരുന്ന ആളുകൾ ഈ ലോകത്തും അങ്ങനെ തന്നെ. ആ ലോകത്ത് പരസ്പരം അകന്നിരുന്ന, പരസ്പരം അടുക്കാതിരുന്നവർ ഈ ലോകത്തും അങ്ങനെ തന്നെ, അവർ പരസ്പരം അടുക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ മഹത്തായ ഒരു ഹദീസാണ്, അൽ അർവാഹു ജുനൂദുൻ മുജന്നദ ഫമാ തആലഫ മിൻഹാ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫത് വമാ തനാകറ മിൻഹാ ഇഖ്തലഫത്. ഉലമാക്കൾ പറയാറുണ്ട്, നമ്മൾ ഓരോരുത്തരും നമ്മളെപ്പറ്റി ചിന്തിച്ചാൽ മനസ്സിലാവും, റൂഹുകളുടെ ലോകത്തെ നമുക്ക് ആരുമായിട്ടായിരുന്നു ബന്ധം. കാരണം ഈ ലോകത്തെ നമുക്ക് ഷർറിന്റെ ആളുകളോടാണ് നമുക്ക് കൽബുകൊണ്ട് താല്പര്യം, കൽബുകൊണ്ടുള്ള താല്പര്യമാണ്. കൽബുകൊണ്ട് നമുക്ക് താല്പര്യം ഷർറിന്റെ, അള്ളാഹു ഓർക്കുന്ന അവന്റെ ദീനല്ലാത്ത ആളുകളോടാണ്. റൂഹ് പണ്ട് ഇണങ്ങിയതാണ്. നേരെ തിരിച്ചാണ് ഖൈറിന്റെ ആളുകളോടാണ് നമുക്ക് താല്പര്യം, അവരോടാണ് നമുക്ക് അടുപ്പം തോന്നുന്നത്, അവരോടാണ് നമുക്ക് അടുക്കാൻ തോന്നുന്നത്. എങ്കിൽ മുമ്പേ ഇങ്ങനെയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് കൂടുതൽ നന്നായി അറിയാം. നോക്കി, ഇവർ പരസ്പരം അറിയാത്തവരാണ്, പക്ഷെ അവരുടെ ഹക്ക്, അവരുടെ മനസ്സ് അവരെ യോജിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ യോജിപ്പിച്ചു. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഇവർ പരസ്പരം ഒരുമിച്ച് ചേരുകയും എന്നിട്ട് ഇവർ പരസ്പരം മനസ്സിലാക്കിയപ്പോൾ ഇവർ പ്രത്യേകമായ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ഗുഹയിൽ പോകുന്നതിന് മുമ്പാണ്, ഗുഹയിൽ അകപ്പെടുന്നതിന് മുമ്പാണ്. അങ്ങനെ ഇവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരിലെ ഈ താവൂത്തായ, അവരിലെ വലിയ ഭരണാധികാരി ഇവരെ വിളിപ്പിച്ചു.
എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ നിങ്ങൾ ഇങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതത. അത് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സബർ കൊടുത്തു. അത് പറയാനുള്ള സബർ അവർക്ക് കൊടുത്തു. അവർ നല്ല മുന്തിയ ജീവിതം ദുനിയാവിൽ ജീവിച്ചവരായിരുന്നു. അതൊക്കെ റബ്ബിന് വേണ്ടി ഒഴിവാക്കാൻ അല്ലാഹു അവരുടെ ഖൽബിന് ഉറപ്പ് കൊടുത്തു. അതാണ് വറബത്നാ അലാ ഖുലൂബിഹിം إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا هؤلاء قوم اتخذوا من دونه آلهة. إذا രാജാവിനോട് അവർ പറഞ്ഞതാണ്, هؤلاء إذا ഈ ആളുകൾ هؤلاء قومنا നമ്മുടെ قوم اتخذوا من دونه آلهة അല്ലാഹുവിന് പുറമെ പല ഇലാഹുകളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين. ലൗലാ യഅ്തൂന അവർക്കെന്താണ് കൊണ്ടുവന്നുകൂടെ, അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ വ്യക്തമായ ഒരു തെളിവ് കൊണ്ടുവന്നുകൂടെ. എന്ത് തെളിവാണ് അവർക്കുള്ളത്? അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹു അല്ലാത്ത അംബിയായിനെ ഔലിയായിനെ ആരൊക്കെ ജനങ്ങൾ വിളിച്ച് ദുആ ചെയ്യുന്നുണ്ടോ, ഇസ്തിഗാസ നടത്തുന്നുണ്ടോ, എന്ത് തെളിവാണ് അവർക്കുള്ളത്? ഒരു തെളിവില്ല. ബിസുൽത്താനിൻ ബയ്യിൻ ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. ആരുണ്ട് ഒരുവനേക്കാളും വലിയ അക്രമി? ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. അല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞവനേക്കാളും വലിയ അക്രമി ആരുണ്ട്? ശിർക്കിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഇപ്പണിയാണ് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയും. ഇങ്ങനെ അവർ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ എന്തായി? ഈ രാജാവ് അവരെ ഭീഷണിപ്പെടുത്തി. അയാളത് അംഗീകരിച്ചില്ല. എന്നിട്ട് അയാൾ അവർക്ക് സമയം കൊടുത്തു. കുറച്ച് സമയം കൊടുത്തു. അവര് മുന്തിയ ആളുകളാണല്ലോ, ചിലപ്പോൾ നന്നായേക്കാം. ഭീഷണിപ്പെടുത്തി ഇത് നമ്മൾ പിന്മാറണം എന്ന് പറഞ്ഞാൽ അല്പം സമയം കൊടുത്തു. ആ സമയം കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി ഈ നാട്ടിൽ നിന്നാൽ നടക്കൂല. ഒന്നുകിൽ ഞങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങൾ കുഫറിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു അവരെ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് എന്താണ്? വഇദ് അഅ്തസൽതുമൂഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്. വഇദ് അഅ്തസൽതുമൂഹും നിങ്ങൾ അവരെ ഒഴിവാക്കിയപ്പോൾ, ഇഅ്തസല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്. അല്ലാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്യുന്നതിനെയും നിങ്ങൾ ഒഴിവാക്കിയല്ലോ, അവരുടെ ദീൻ ഒഴിവാക്കി. അതുകൊണ്ട് അല്ലാഹു അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു, ആ ഗുഹയിലേക്ക് നിങ്ങൾ പോയിക്കോളൂ. ഇബ്നു കസീർ പറഞ്ഞു, വഇൻ ഫാറഖ്തുമൂഹും വഖാലഫ്തുമൂഹും ബിഅദ്യാനികും ഫി ഇബാദതിഹിം ഗൈറ അല്ലാഹ് ഫഫാരിഖൂഹും അയ്ളൻ ബിഅബ്ദാനികും. അവരുടെ ദീൻ നിങ്ങൾ ഒഴിവാക്കിയല്ലോ, ഇനി നിങ്ങളുടെ ബദനും ശരീരവും അവർ ഒഴിവാക്കിയോ, വേറെ പോയോ. നിങ്ങളുടെ റബ്ബ് അവന്റെ റഹ്മത്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അവൻ നിങ്ങൾക്ക് ഒരുക്കി തരും മിൻ അംരിക്കും നിങ്ങളുടെ കാര്യത്തിൽ മിർഫഖ എന്നാൽ ഒരു സൗകര്യം, ഒരു ഇണക്കം അള്ളാഹു നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരുന്നതാണ്. അത് അള്ളാഹു അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. ഇതെന്താണ്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഫിത്നകൾ ഉണ്ടായാൽ, ദീൻ പാലിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ ഇതാണ് മശ്റൂ. ദീനിലെ നിയമം ഇതാണ്. അപ്പൊ സ്വന്തം ദീനും കൊണ്ട് മനുഷ്യൻ ഓടിപ്പോകേണ്ടി വരും ജനങ്ങളിൽ നിന്ന്. ഹദീസിൽ വന്നിട്ടുള്ളതുപോലെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷികു അൻ യകൂന ഖൈറു മാലി അഹദികും ഗനമ. നിങ്ങളിൽ ഒരാളുടെ ഏറ്റവും നല്ല സമ്പത്ത് ആടുകളാകുന്ന കാലം വരാനിരിക്കുന്നു. അവന്റെ ആകപ്പാടുള്ള ഏറ്റവും നല്ല സ്വത്ത് എന്താണ്? ആടുകൾ. യത്ബഉ ബിഹാ ശഅഫൽ ജിബാലി വമവാഖിഅൽ ഖത്ർ. അവൻ അതും കൊണ്ട് പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിൽ മഴ പെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. യഫിറു ബിദീനിഹി മിനൽ ഫിതൻ. ഫിത്നകളിൽ നിന്ന് തന്റെ ദീനുമായി അള്ളാഹുവിന്റെ അബ്ദായ മുസ്ലിം ഓടിപ്പോകേണ്ട ഒരു കാലം വരാനടുത്തിരിക്കുന്നു. ഇബ്നു കസീർ പറഞ്ഞു, ഫഫീ ഹാദൽ ഹാലി, ഈ അവസ്ഥയിൽ, ഇതുപോലത്തെ അവസ്ഥയിൽ, ദീന് പാലിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിൽ, തുശ്റഉൽ ഉസ്ലതു അനിന്നാസ്, ജനങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യം നിയമമാകും. വലാ തുശ്റഉ ഫീമാ അദാഹ, അതല്ലാത്ത കാലത്ത് അത് പാടില്ല. അൽഹംദുലില്ലാഹ്, ഇനി നമ്മൾ ജീവിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടല്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ലിമാ യഫൂതു ബിഹാ മിൻ തർക്കിൽ ജമാഅത്തി വൽ ജുമുഅ,
അതിലിങ്ങനെ ഫിത്നയുടെ അവസ്ഥ, ദീൻ പാലിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരാത്തപ്പോ ഇത് പറ്റൂല. എന്താ കാരണം? അങ്ങനെ ജനങ്ങൾ ഒഴിവാക്കിയാൽ എന്തൊക്കെ നഷ്ടപ്പെടും? അൽ ജമാഅത്ത് വൽ ജുമുഅ, ജുമുഅയും ജമാഅത്തും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് ആളുകൾ പഠിച്ചിട്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനിൽ അങ്ങനെയില്ല. അതുകൊണ്ടാണ് ദീൻ പാലിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ഇങ്ങനെ ആവും ഒരു മുസ്ലിമിന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അസ്ഹാബുൽ കഹ്ഫിന് സംഭവിച്ചത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹു അവർക്ക് ഇതാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇങ്ങനെ തോന്നിച്ചു. ഇതേതുപോലെയാണ്. അങ്ങനെ അവർ ഗുഹയിൽ എത്തിയപ്പോൾ എന്തുണ്ടായി? ഈ മലിക്ക് രാജാവ് അവരെ തിരയാൻ ആളുകൾ പറഞ്ഞു. പക്ഷെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവരുടെ നാട്ടിൽ തന്നെ ഈ ഗുഹ ഇന്ന് ജോർദാനിലാണ്. ഇന്ന് അവിടെ ഒരു ഗുഹ ഈ അടുത്ത കാലത്ത് 1963 കാലത്ത് ഒരു ഗുഹ കണ്ടെത്തുകയും അത് ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹയാണ് എന്നാണ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്. വല്ലാഹു അലം, നമുക്കറിയില്ല അത് ഉറപ്പാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ആളുകൾ അങ്ങനെ ഗുഹ ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവരെ തെരഞ്ഞെടുത്തു, പക്ഷെ കിട്ടിയില്ല. ഇബ്നു കസീർ പറയുന്നു ഇതേതുപോലെയാണ് കമാ ഫഅല ബിനബിയിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബിഹി സിദ്ദീഖ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന് സംഭവിച്ചതുപോലെയാണ്. ഹീന ലജഅ ഇലാ ഗാരി സൗർ, അവരേത് ഗുഹയിൽ അഭയം തേടി? സൗർ ഗുഹയിൽ. ഹിജറ പോകുന്ന സമയത്ത് പിന്നെ മുശ്രിക്കുകൾ തരാൻ ആളുകൾ അയച്ചു, പക്ഷെ അവർക്ക് കിട്ടിയില്ല. വജാഅ അൽ മുശ്രികൂന മിൻ ഖുറൈശ് ബിത്തലബി, നബി അബൂബക്കറെ അന്വേഷിച്ചവർ വന്നു, പക്ഷെ അവർക്ക് ആർക്കും കാണാൻ സാധിച്ചില്ല. എത്രത്തോളം ഗുഹയിൽ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും അവർ നടക്കുന്നത് മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി അവരൊന്ന് താഴേക്ക് നോക്കിയിരുന്നെങ്കിൽ നമ്മളെ കാണുമല്ലോ. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ മാ ളന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. ഓ അബൂബക്കർ, മൂന്നാമതായി അല്ലാഹുവുള്ള ആ രണ്ടുപേരെ കുറിച്ച് താങ്കൾ എന്ത് വിചാരിക്കുക? നമ്മളോട് ഒറ്റക്കല്ല, അള്ളാഹു നമ്മളെ കൂടെയുണ്ട്. അള്ളാഹു ഇതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹു അല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി. നിങ്ങൾ നബിയെ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവന്റെ നബിയെ സഹായിച്ചിട്ടുണ്ട്. കാഫിറുകൾ അവർ രണ്ടുപേരെയും പുറത്താക്കിയപ്പോൾ ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ ആ ഗുഹയിലായിരിക്കെ, ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സാഹിബിനോട്, തന്റെ കൂട്ടുകാരനോട് ഈ ആയത്തിൽ അല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സാഹിബ്, നബിയുടെ സാഹിബ് എന്ന് വിളിച്ചു, നബിയുടെ കൂട്ടുകാരൻ. ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, താങ്കൾ വിഷമിക്കേണ്ട, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ സന്ദർഭം. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, അപ്പോൾ അല്ലാഹു തന്റെ സകീന, സമാധാനമായ നബിക്ക് ഇറക്കി കൊടുത്തു. നിങ്ങൾ കാണാത്ത സൈന്യത്തെ കൊണ്ട് അള്ളാഹു അവിടുത്തെ ശക്തിപ്പെടുത്തി. وجعل كلمة الله وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. കാഫിറുകളുടെ കലിമത്തിനെ, ശിർക്കിന്റെ അവരുടെ വാക്കിനെ അള്ളാഹു താഴ്ത്തിക്കളഞ്ഞു. അള്ളാഹുവിന്റെ കലിമത്തിനെ അവൻ ഉയർത്തി. അതേതാണ് അള്ളാഹുവിന്റെ കലിമ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വല്ലാഹു അസീസുൻ ഹകീം. അള്ളാഹു അസീസ്, എല്ലാ ഇസ്സത്തുമുള്ളവൻ അള്ളാഹു. ഹക്കീം, എല്ലാ ഹിക്മത്തും ഓരോന്നും അതിന്റെ സ്ഥാനത്ത് വേണ്ടതുപോലെ ചെയ്യാനുള്ള ഹിക്മത്തുള്ളവൻ അള്ളാഹുവാൻ. എന്നിട്ട് ഇബ്നു കസീർ പറഞ്ഞ അവസാനം ഫഖിസ്സതു ഹാദൽ ഗാർ, ഈ ഗുഹയുടെ കഥയുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കറിന്റെയും ഗുഹയുമായി ബന്ധപ്പെട്ട കഥ, അശ്റഫു വഅജല്ലു വഅഅ്ളമു വഅഅജബു മിൻ ഖിസ്സത്തി അസ്ഹാബിൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകളുടെ ഗുഹയെക്കാളും ഏറെ മഹത്വവും ഏറെ അത്ഭുതവും ഏറെ ഷറഫുമുള്ള കഥ ആരുടെ കഥയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അവരാ ഗുഹയിൽപ്പെട്ട സംഗതിയാണ്. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.